നമസ്കാരം, എല്ലാവർക്കും ONKV ഫിഷിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ കടലിൻ്റെ അരികിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കടലിൽ ചൂണ്ടിടാൻ വേണ്ടി വന്നേക്കണേ. അങ്ങോട്ട് പോയെന്നാൽ നല്ല കാറ്റായിരിക്കും, അതുകൊണ്ടാണ് എവിടെയെന്ന് പറയണം. അപ്പോൾ എന്ത് കിട്ടും എന്നറിയില്ല. നമ്മൾ തീറ്റയാണ് ഇടണം. ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചൂണ്ടിടാൻ പോകുന്നതിന് മുമ്പേ ഒരു ചെറിയ കാര്യം പറയാനുണ്ടായിരുന്നു. വേറൊന്നുമല്ല, എല്ലാവരും വീഡിയോയിൽ ആമേനെ പിടിക്കുക, തവളേനെ പിടിച്ച് കഴിക്കുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് ഇടാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും പിടിക്കാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഊത്തപിടുത്തം ഉണ്ടല്ലോ, ഊത്തപിടുത്തം അതും നിരോധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും പിടിക്കാൻ നമ്മളോട് പറയണ്ട. അപ്പോൾ അതും നിങ്ങളും ആ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. അതാണ് നമുക്ക് ഇനിയും മത്സ്യസമ്പത്ത് ഇനിയും ഉണ്ടാകട്ടെ, എങ്കിലല്ലേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പോവാം, കടലിൽ പോവാം, ചൂണ്ടയിടാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കണമെന്ന് നല്ലതായിരിക്കും കേട്ടോ. അതായത് നമ്മളിവിടെ വന്നപ്പോൾ ഒരു സംഭവമുണ്ട്. അതായത് കല്ലിൻ്റെ മുകളിൽ ചെമ്മീൻ കിള്ളിയ തലയും ചെമ്മീൻ ഉണങ്ങിക്കിടക്കണൊക്കെ ഉണ്ട്, വെയിലുകൊണ്ട്. ആ 2-3 കല്ലിൽ കണ്ട് കാര്യം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാർ ചൂണ്ട ഇടുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 2-3 കല്ലിൽ കണ്ട്, അപ്പം സ്ഥിരമായിട്ട് ആൾക്കാർ വന്ന് ഇടുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. ഇത് ഇവിടെ നോക്കി. ഓക്കെ, പരിപാടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. 2 കൊളുത്താണ് നമ്മൾ ഇട്ടേക്കണം. അറ്റത്ത് വെയിറ്റ് ഇട്ടിട്ടുള്ള പരിപാടി തന്നെ. അപ്പം അങ്ങോട്ട് ദൂരത്തേക്ക് എറിഞ്ഞിട്ട് നോക്കാം. കടലിൽ നല്ലോണം തിര അടിക്കുന്നുണ്ട്. അപ്പോൾ നോക്കി നിൽക്കണം. നീ നോക്കിന്നോ. പണ്ട് നേരത്തെ ഒരു പ്രാവശ്യം വന്നിട്ട് തിരയൊക്കെ അടിച്ച് നേരത്തെ വരിക. അപ്പൊ ആദ്യമേ തന്നെ നമുക്കൊരു കൂരിനാണ് ഇട്ടേ. കൂരി ദക്ഷിണ വെച്ചതാ. ഓക്കെ, ഇനി നോക്കാം. വേറെ മീനുകളൊക്കെ ഉണ്ടാവും എന്തായാലും. ഇതൊന്നും പിന്നെ
ചെമ്മീൻ കമ്പനിക്ക് ഇള്ളാമ്പത് കാരണം കുഴപ്പമില്ലല്ലോ, കറക്റ്റായിട്ട് സ്പീഡായിട്ട് കിട്ടും. മഴക്കാരി ഉണ്ട്. നമുക്ക് ആ വച്ച് കിട്ടണം. എവിടെ കാണാൻ പാ. പല്ലിമീൻ, ഇതിനെ പല്ലിക്കോര എന്ന് പറയും. പല്ലിക്കോര കണ്ടോ? പിന്നെ അത് തന്നെ ഈ മീനിന് പ്രത്യേകത ഉണ്ട്. അതായത് മറ്റേ പല്ലിമീനിന്റെ ചുണ്ട് കൂർത്താണ് ഇരുന്നത്. അതുകൊണ്ട് ഈ പല്ലിമീനിന്റെ ചുണ്ടിരിക്കണം, ഇതിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കണം. അങ്ങനെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഈ. പിന്നെ ഒരു വെള്ളം ഭയങ്കര കലക്കലാണ്, ഒത്ത് വളരെ കുറവാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഒക്കെ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കോരി അത്യാവശ്യത്തിനുള്ള മീനായിട്ടുണ്ട്. ഒരു കറിക്കുള്ള മീനായിട്ടുണ്ട്. ഇതണ്ട, കുറച്ചും കൂടി കിട്ടാൻ നോക്കാം. ഇപ്പം പൂരിയും ഈ പല്ലിമീനും മാത്രമേ ഉള്ളൂ. കതിരാൻ ഇടയ്ക്ക് കിട്ടുന്നുണ്ടെന്നാ പറയണ. ഇടയ്ക്ക് അത് തന്നെയല്ലേ. പോയി ഈ കല്ലിങ്ങനെ കിടക്കുന്നോണ്ടേ നമ്മൾ വലിച്ചെടുക്കുമ്പോ നമ്മുടെ ചൂണ്ടയെ മുടക്കി കൊട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ വലിച്ചു കൊണ്ടുവന്ന മീനും പോകാൻ വളരെ വളരെ സാധ്യതയുണ്ട്. നല്ല വെയിലായതുകൊണ്ടാണ് കേട്ടോ മുളത്തിൽ വെച്ചേക്കണം. വേറെ ഒന്നും വിചാരിച്ചില്ല, മുട്ടൻ വെയില.
ഒന്ന് രണ്ടാ ഇതൊക്കെ തന്നെയാണ് സംഭവം കിട്ടണം. അപ്പൊ എന്തായാലും നമ്മളിവിടെ നിർത്തണേണ്. അപ്പൊ ഇനി ഇതിനെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ഭയങ്കര കാറ്റ്. അപ്പൊ നമ്മുടെ കുക്കിംഗ് ടൈം. അപ്പോൾ നമ്മൾ മീൻ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കറി വെക്കാനാണ് വേണം. നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഉലുവയൊക്കെ ഇട്ട് പുളിയൊക്കെ ഇട്ട് ഒരു ചെറിയ കറി. അപ്പോൾ കറി വെക്കാനാണ് വേണം. നമുക്ക് ആദ്യം അടുപ്പ് കത്തിച്ച് പണി തുടങ്ങാം. അപ്പോൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. കുറച്ച് കടുക് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉലുവ. കടുകും ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുക്കാം. വേപ്പില, സവാള, പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം വാടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മുടെ പൊടികൾ അങ്ങോട്ട് ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടെങ്കിൽ സവാള പെട്ടെന്ന് വാടി കിട്ടിയേനെ. ഉപ്പിട്ടില്ല. പിന്നെ കുറച്ച് ഫിഷ് മസാല ഉണ്ട്. കുറച്ചല്ല കേട്ടോ, കുറച്ച് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫിഷ് മസാല ഇടുന്നത്. കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. സംഭവം ഈ മുളക് പൊടിയുടെ അകത്ത് നമ്മൾ എല്ലാവരും പറയും നമ്മൾ വാങ്ങിപ്പൊടിക്കുന്നതാണ് നല്ലതെന്ന് പറയും. ശരിയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒരു പരിധി വരെ. പക്ഷേ ഈ നമ്മൾ വാങ്ങുന്ന മുളക് പൊടിയിൽ ശരിക്കും മുളക് പൊടിയിൽ ഈ ക്യാപ്സിസവും ഈ നോൺ വോളറ്റൈൽ ഓയിൽ എന്ന് പറഞ്ഞിട്ട് 1-2 ഘടകങ്ങളുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വാങ്ങിച്ച് പൊടിക്കുന്ന മുളക് അത് നല്ല ഗുണകരമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ ക്വാളിറ്റി ആയിട്ടുള്ള മുളകുകൾ നമ്മൾക്ക് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത് പണിയുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പോലെ സാറാസിൻ്റെ മുളക് പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ അക്മാർക്ക് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം മസാലയൊക്കെ അത്യാവശ്യം മൂത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം തിളക്കുന്നതിന് മുമ്പ് തന്നെ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ഇതള് പുളിയുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് പുളി നല്ലോണം ഇളയിക്കോളും. സംഭവമേ നമ്മൾ ഇവിടെ അടുപ്പ് കൂട്ടി. അപ്പോൾ അവിടെ വെയിൽ വന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറ്റി കൂട്ടി. അപ്പോൾ അവിടെയും വെയിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ വെയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ കൃത്യമായിട്ടൊരു ഉച്ചയായതുകൊണ്ട് കൃത്യമായിട്ടൊരു സ്ഥലം കിട്ടുന്നില്ല വെയിലില്ലാത്ത. അടിപൊളി വാഴ സൂപ്പറായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ല അടിപൊളിയായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ അതിൻ്റെ അകത്തേക്ക് ഇടണം കേട്ടോ. കളറ് പോരാ, മുളക് പൊടി ഇത്തിരി കുറഞ്ഞു പോയോ എന്നൊരു സംശയം.
ഓക്കെ, അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നൈസായിട്ട് നമ്മളൊന്ന് വറ്റിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല ചൂട്. അപ്പോൾ ഇനി ഇതെവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് നമുക്ക് കഴിക്കാം. കപ്പയുടെ മുകളിലേക്ക് നമ്മൾ ചാറ് അങ്ങോട്ട് ഒഴിച്ചിട്ട് മീൻകറി കഴിക്കാനാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, കപ്പ മീൻകറി. ഒരു മീൻ കഷ്ണം, അടുത്ത മീൻ കഷ്ണം, അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചാറ് വയ്ക്കണമല്ലോ, എന്നാലല്ലേ അത് ഒരു ഭംഗി ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇത് മുക്കി നോക്കി കഴിക്കണം. സംഭവം നമ്മൾ നമ്മുടെ വീടിൻ്റെ പുറകുവശത്തേക്ക് പോകുന്നു. ഇവിടെ കൊള്ളാം, നല്ല റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ കപ്പയും മീൻകറി എങ്ങനെയുണ്ടെന്ന് ഞാൻ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കൊള്ളാം. അപ്പോൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടോ, നല്ലോണം വെന്തിട്ടുണ്ടതുണ്ട്. മീൻകറി എടുത്തിട്ട് കപ്പയിൽ മുക്കിയിട്ട് ഇങ്ങനെ വെച്ച് പൊളി. പക്ഷെ എന്തൊക്കെ നമ്മൾ ചെയ്താലും പല്ലിമീനിൻ്റെ ടേസ്റ്റ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ ഓക്കെ. മീനിന് അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത മീനാണ്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ലപോലെ എല്ലാം പിടിച്ചിട്ടൊക്കെ ഉണ്ട്. മീൻ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. വേഗത്തിൽ കൂടിപ്പോയെന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല, തിന്നോളാം. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്ന വരെ നമ്മുടെ പല്ലിമീൻ, ചൂണ്ടയിട്ട് പിടിച്ച പല്ലിമീൻ കറി.